ആദവനാട് ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർണായക യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി മേഖലയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും ട്രാഫിക് പരാതികൾക്കും അടിയന്തര പരിഹാരം കാണുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദേശീയപാതയിലെ ടോൾ ഒഴിവാക്കാൻ വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളിലൂടെ കടന്നുപോകുന്നത് തടയാൻ കർശന നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാൻ യോഗം ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി പട്ടർക്കല്ല് വെട്ടിച്ചിറ റോഡിൽ സ്കൂൾ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, നിലവിൽ സർവീസ് റോഡുകൾ താൽക്കാലികമായി ടൂ-വേ സംവിധാനത്തിലായതുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാനും സമീപവാസികൾക്കും സ്കൂൾ ബസ്സുകൾക്കും ടോൾ ഇളവ് ലഭ്യമാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും നിർബന്ധമായും കയറണമെന്ന് യോഗം നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രത്യേക യോഗം മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു ചേർക്കാനും ബസ് ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് നൽകാനും ദീർഘദൂര ബസ്സുകൾ വെട്ടിച്ചിറ ടൗൺ വഴി പോകണമെന്നുള്ള കർശന നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു. വെട്ടിച്ചിറ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും ചുങ്കം ഭാഗത്തെ സർവീസ് റോഡിലെ യാത്രാക്ലേശങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസ് ഓഫീസർമാർ, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ, NHAI അതോറിറ്റി ഉദ്യോഗസ്ഥർ, ഓട്ടോ ബസ് തൊഴിലാളി പ്രതിനിധികൾ, വാർഡ് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.